ഓക്കെ, ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 2 മരണം. നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, ഷാജി എന്നിവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജീന ചികിത്സയിൽ കഴിയുന്നു. അസ്മാർക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് 6 പേരാണ്. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഇത് വിഴിഞ്ഞത്തെ ഈ ലൈവ് ഫിഷ് കട മറ്റോ ആണോ? ഇത് എന്ത് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്? ഇപ്പോൾ ഡോക്ടർമാരാണ് ഇക്കാര്യത്തിൽ അഞ്ജിത കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത്. പക്ഷെ വളരെ ഗുരുതരമായ, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തന്നെയുള്ള അസ്മ ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ 6 പേർ അവിടേക്ക് വന്ന് ഭക്ഷണം കഴിച്ചത്. അതിൽ 3 പേർ മാത്രം ഒരു മീൻ കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ 3 പേർക്കാണ് കൂടുതൽ ഗുരുതരമായ ഭക്ഷ്യവിഷബാധ ഏറ്റത്. അതിൽ തന്നെ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് നിലമേൽ സ്വദേശിയായിട്ടുള്ള ഷാജി, അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് റഷീദ ബീവിയാണ്. ഷാജിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അതുപോലെ തന്നെ റഷീദ ബീവിയുടെ മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. ഷാജിയുടെ ഭാര്യ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അവിടെ ICUവിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവർ വന്ന് ഭക്ഷണം കഴിച്ചു. സ്ഥിരീകരിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മീൻമുട്ടയുടെ ഫ്രൈ ആണ് ഈ 3 പേരും കഴിച്ചത് എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് 3 പേർക്കും ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ അലർജിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇനി വ്യക്തമായ ഇതിന്റെ യഥാർത്ഥ മരണകാരണം അടക്കം പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഈ സാധാരണ ഈ വിഴിഞ്ഞത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മീൻമുട്ട, അതുപോലെ തന്നെ ലൈവ് ഫിഷ് എന്നൊക്കെ പറഞ്ഞ് കുറെ കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അസ്മാർക്ക് കട ലൈസൻസ് ഉള്ള കടയാണോ? വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഭവമാണല്ലോ ഇത്. തീർച്ചയായും നമ്മളതിന്റെ ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നിട്ടേ ഉള്ളൂ. നമ്മൾ സാധാരണ വിഴിഞ്ഞത്ത് നമ്മളും പോകുന്നതാണ്. ഒട്ടേറെ കടകൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് ആയിട്ട് ഈ മീൻ വിഭവങ്ങൾ നൽകുന്ന കടകളുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ ഒരു നൈറ്റ് ലൈഫ് കൂടി ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് മാറിയിട്ടുണ്ട്. അത്രയും തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതേത് ഹോട്ടലാണ്, ഇതിന്റെ ലൈസൻസ് സംബന്ധിച്ചുള്ള വിവരം, അതുപോലെ തന്നെ ഇവിടെ എല്ലാ പരിശോധനകളും വിധേയമായിട്ടുള്ള ഒന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പോലീസിന് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പ് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ എന്താണ് ഈ ഹോട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്നും ഇതേ വിഭവം കഴിച്ച മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഭക്ഷ്യ വസ്തുക്കൾ നൽകുന്ന, പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലെ പരിശോധന എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പരിശോധനകളൊക്കെ നടന്നെങ്കിലും പിന്നീട് അതിനകത്തൊന്നും തന്നെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതായാലും മീൻ കഴിച്ച ഉടൻ തന്നെ ഇവർക്ക് എന്തായാലും പുതിയ വിവരങ്ങൾ എടുക്കുമ്പോൾ സനകനിലേക്ക് വീണ്ടും വരാം. ഈ ഷവർമ കഴിച്ചൊക്കെയുള്ള മരണത്തിന് പിന്നാലെ വലിയ പരിശോധനയൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇവിടെ നടത്തിയിരുന്നു. ഇപ്പൊ ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും വീണ്ടും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. പറയുന്നുണ്ട് സനകൻ സൂക്ഷിച്ചു കഴിക്കണം. അത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരോടും പറയുന്നത്. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ കഴിക്കുക.